ഇപ്പോൾ ബി കെ ഹരിനാരായണൻ ഗാനരചയിതാവ് നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ബി കെ ഹരിനാരായണൻ മനോഹരമായൊരു കവിത പോലെ, ഒരു പാട്ട് പോലെ വിരാട് കോഹ്ലിയുടെ ക്രിക്കറ്റ് ജീവിതം ഇന്ന് സമ്പൂർണ്ണമാവുകയാണ്. ഇതുവരെ അദ്ദേഹത്തിന് IPL കിരീടത്തിന്റെ ഒരു തലപ്പാവില്ലായിരുന്നു, ഇന്നത് കിട്ടി. അപ്പോൾ കോഹ്ലി എന്തുകൊണ്ടും ഇതിഹാസം അത് പൂർണ്ണമാകുന്നത് ഈ ഒരു കപ്പ് കൂടി വേണ്ടിയിരുന്നു. ബംഗളൂരു ആരാധകർ വലിയ ആഘോഷത്തിലാണ്, അത് നിലയ്ക്കുന്നില്ല. അപ്പോൾ കോഹ്ലിയുടെ ഈ നേട്ടത്തെ, ബംഗളൂരുവിന്റെ പ്രകടനത്തെ നമുക്ക് എങ്ങനെ കാണേണ്ടി വരും? അല്ല, തീർച്ചയായിട്ടും മഹേഷ്, നമ്മള് കോഹ്ലി ഇപ്പൊ മെസ്സി വേൾഡ് കപ്പ് കിട്ടാൻ ആഗ്രഹിച്ചിരുന്ന പോലെ നമ്മള് കോഹ്ലിക്ക് ഈ ഒരു കപ്പ് കോഹ്ലിക്ക് കിട്ടണം എന്ന് ക്രിക്കറ്റിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ആഗ്രഹിച്ചിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോ ഫൈനലിൽ നമുക്കറിയാം, ഡിവിലിയേഴ്സ് വന്നു, ക്രിസ് ഗെയില് തലപ്പാവൊക്കെ വെച്ച് വന്നു, സ്റ്റോണീസ് ഔട്ടായപ്പോ നമ്മൾ കോഹ്ലി എക്സൈറ്റഡ് ആയിട്ട് ഡിവിലിയേഴ്സിനോട് ആക്ഷൻ കാണിക്കുന്നത് നമ്മൾ കണ്ടു. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഇപ്പൊ വേൾഡ് കപ്പ് കിട്ടിയ കോഹ്ലിയെ നമ്മൾ കണ്ടിട്ടുണ്ട്, 2020 കിട്ടിയ കോഹ്ലിയെ ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ കോഹ്ലി ഇത്രയും കരഞ്ഞ ഒരു എനിക്ക് തോന്നുന്നു കരഞ്ഞിട്ടാണ് കണ്ണിന്ന് ഇത്രയും കരഞ്ഞ ഒരു കോഹ്ലിയെ കണ്ടിട്ടില്ല. കാരണം അയാളുടെ ജീവിതത്തിൽ എല്ലാം കിട്ടിയിട്ടും 18 വർഷത്തെ കാത്തിരിപ്പാണ്. ഇപ്പോ മാത്യു ഹെയ്ഡനോട് സംസാരിക്കുമ്പോൾ കോഹ്ലി പറഞ്ഞു കേട്ടിരുന്നു, ഞാൻ 18 വർഷമായി ഞാൻ എൻ്റെ തുടക്കം തൊട്ട് എൻ്റെ എല്ലാം പ്രീമിയർ സമയത്ത് എല്ലാ സമയത്തും കളിച്ചതാണ്. 18 തവണ ഞാൻ വരുമ്പോഴും ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് എനിക്ക് കപ്പ് കൊണ്ട് പോകണം എന്നാണ്. പക്ഷെ അത് പറ്റാത്ത ഇപ്പൊ അത് പറ്റി എന്നാണ് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അത് കോഹ്ലിക്ക് അർഹതപ്പെട്ട ഒരു കപ്പ്, വളരെ ക്ലിനിക്കലായിട്ടുള്ള ഒരു പെർഫോമൻസ് RCB നടത്തി എന്നുള്ളതാണ് പറയേണ്ടി വരിക. ഹരിനാരായണൻ, നമ്മൾ ഈ പറയായിരുന്നു, ഓരോ സീസൺ കഴിയുമ്പോഴും വീര്യം കൂടി വരികയാണ് വിരാട് എന്ന പേരിനും വിരാട് കോഹ്ലിക്ക്. കാരണം കഴിഞ്ഞ സീസണിൽ അദ്ദേഹം നേടിയ റൺസ് ഏതാണ്ട് അതിനോളം തന്നെ ഇത്തവണയും വന്നു. മാത്രമല്ല, വളരെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പ്രകടനം അദ്ദേഹത്തിന്റെ ബാറ്റിൽ. ഇന്ന് പോലും ഈ തുടക്കത്തിൽ നമ്മൾ ഈ ഫൈനലിന്റെ ഒരു ആവേശത്തിൽ നിൽക്കുന്ന സമയത്ത് റണ്ണടിച്ച് കൂട്ടുന്നില്ല എന്നുള്ളൊരു പരിഭവം സ്വാഭാവികം നമുക്കൊക്കെ ഉണ്ടായിരുന്നു. 35 പന്ത് നേരിട്ടു, പക്ഷെ അദ്ദേഹത്തിന്റെ 43 റൺസാണ് ഇന്ന് ബംഗളൂരുവിന് വിജയം സമ്മാനിച്ചത്. ഇപ്പൊ കോഹ്ലി എന്ന് പറയുന്ന ഈ 18 വർഷം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പൊടിമീശ മുളയ്ക്കുന്ന കാലത്തിലാണ് അദ്ദേഹം ഈ IPL-ന്റെ തുടക്കത്തിൽ അന്ന് ആദ്യ സീസണിൽ കളിക്കുന്നത്. ഇന്നിപ്പോൾ കോഹ്ലി എത്തി നിൽക്കുമ്പോൾ ഒരു മാറ്റവും അദ്ദേഹത്തിന്റെ പ്രകടനത്തിൽ വന്നിട്ടില്ല എന്ന് മാത്രമല്ല, അതിങ്ങനെ തിളക്കം കൂടി വരികയാണ്. തീർച്ചയായിട്ടും, അതെ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പറയണം. കാരണം നമ്മൾ ഈ പറയുന്ന മഹേഷ് പറഞ്ഞ പോലെ തന്നെ കോഹ്ലി ബിറ്റ് സ്ലോ ആയിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നിയിരുന്നു. കോഹ്ലി ബിറ്റ് സ്ലോ ആണോ, ഈ 190 എന്നുള്ളത് ഒരു 20 റൺസ് ഷോർട്ട് അല്ലേ എന്നൊക്കെ നമുക്ക് ഫസ്റ്റ് ഇന്നിങ്സ് കഴിഞ്ഞപ്പോ തോന്നിയിരുന്നു. പക്ഷെ ദിനേഷ് കാർത്തികിനോട് ഈ മാച്ച് കഴിഞ്ഞിട്ട് ദിനേഷ് കാർത്തികിനായിട്ട് സംസാരിക്കുന്ന സ്ഥലത്ത് ചോദിക്കുമ്പോൾ പുള്ളി പറയുന്ന ഒരു കാര്യമുണ്ട്. കാരണം പിച്ചില് ഒരു ഇതുണ്ടായിരുന്നു, കളിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 190 നല്ല സ്കോറായിരുന്നു, ഡിഫെൻഡബിൾ ആയിരുന്നു. പക്ഷേ അതുകൊണ്ട് തന്നെ കോഹ്ലിയുടെ ഇന്നിങ്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ നമ്മൾ തീർച്ചയായിട്ടും പറയണ്ട, 10 ബോളിൽ നിന്ന് 24 റൺസാണ് ജിതേഷ് ശർമ്മ, അതുപോലെ തന്നെ 8 ബോളിൽ നിന്ന് 17 റൺസ് ഒക്കെയാണ് ഷെപ്പേർഡ് എടുത്തിരിക്കുന്നത്. അതും ആക്സിലറേഷൻ നടത്തി. ഓക്കെ, അപ്പോൾ നമ്മൾ കോഹ്ലിയെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. ഈ IPL ഈ സീസൺ അവസാനിക്കുകയാണ്. ഒരുപാട് നമ്മൾ എന്താ പറയുക, രാജസ്ഥാൻ റോയൽസ് തുടങ്ങി ചെന്നൈ സൂപ്പർ കിങ്സ്, ധോണിയുടെ ചെന്നൈ സൂപ്പർ കിങ്സ് ഉൾപ്പെടെ ഈ പോരാട്ടത്തിലുണ്ടായിരുന്ന പലരും കാലിടറി വീണു. പലരും ഇങ്ങോട്ടേക്ക് മുന്നോട്ട് വരുന്ന സമയത്ത് അപ്രതീക്ഷിതമായി മുന്നോട്ട് കയറി വന്ന താരങ്ങളുമുണ്ട്. ഈ സീസൺ അവസാനിക്കുമ്പോൾ നമ്മൾ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഏറ്റവും മനോഹരമായ ദൃശ്യം ഒരുപക്ഷെ വിരാട് കോഹ്ലി നിലത്ത് കിടന്ന് കരയുന്നത് തന്നെയാകും, അല്ലേ? തീർച്ചയായിട്ടും, 100%. പക്ഷെ ഇതിനൊപ്പം നമ്മൾ ചേർത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ആഗ്രഹിച്ചതാണ് വിരാട് കോഹ്ലിക്ക് കപ്പ് കിട്ടുക എന്നുള്ളത്. വളരെ ക്ലിനിക്കൽ പെർഫോമൻസ് ആയിരുന്നു. ഇതൊക്കെ പറയുമ്പോഴും ഈ ഗവാസ്കർ 13ാമത്തെ ഓവർ കഴിഞ്ഞപ്പോ ഗവാസ്കർ പറഞ്ഞൊരു കാര്യം ഉണ്ട്. നിങ്ങള് ഇപ്പോ ഈ പഞ്ചാബിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. പഞ്ചാബിന്റെ 6 ബാറ്റ്സ്മാൻമാരിൽ
4 പേര് അൺക്യാപ്ഡ് പ്ലെയേഴ്സ് ആണ്. പ്രപ് സിമ്രാൻ, 2 ഓപ്പണേഴ്സ്, പിന്നെ അത് കഴിഞ്ഞിട്ട് വധേര, ശശാങ്ക്, അങ്ങനെയുള്ള 4 പേരും ഇംഗ്ലീഷും ശ്രേയസും അല്ലാതെ. അപ്പം നിങ്ങൾ ഇങ്ങനെ ഒരു മാച്ച് വരുമ്പോൾ നിങ്ങൾ ഗ്രൂപ്പ് മാച്ചിൽ എന്തൊക്കെ പെർഫോമൻസ് നടത്തി കഴിഞ്ഞാലും ഇത്തരം മാച്ചിൽ നിങ്ങളുടെ എക്സ്പീരിയൻസും നിങ്ങൾ എത്ര വലുതാണെന്നുള്ളതാണ് കാണിക്കുന്നതെന്ന് ഗവാസ്കർ പറഞ്ഞിരുന്നു. പക്ഷെ നമ്മൾ തിരിച്ചു നോക്കുന്ന സമയത്ത് ഇതൊക്കെ ശരിയാണ്. 17 ഓവർ കഴിയുമ്പോൾ 17 ഓവർ കഴിയുമ്പോൾ 23 24 റൺസാണ് വ്യത്യാസം 2 ടീമിനും. ബാംഗ്ലൂർ വെൽ എഹെഡ് ആയിരുന്നു. പക്ഷെ കഴിയുമ്പോൾ നമ്മൾ നോക്കൂ, സിംഗിൾ ഹിറ്റാണ് വ്യത്യാസമുള്ളത്. 6 റൺസ് എന്ന് പറഞ്ഞ ഒരു 6. ഒരുപക്ഷെ ഹെയ്സൽവുഡ് എറിഞ്ഞ ആദ്യത്തെ ബോള്, 3ാമത്തെ ബോള് 6 അടിച്ച പോലത്തെ തന്നെ ഒരു ബോളായിരുന്നു ആദ്യത്തെ ബോളും. അത് ശശാങ്ക് സിംഗ് കണക്ട് ചെയ്തിരുന്നെങ്കിൽ ഇത് വേറെ ആവുമായിരുന്നു ചരിത്രം. അയാൾ ഒരു അൺക്യാപ്ഡ് പ്ലെയർ ആണ്. നമ്മൾ ഇത്രയും അൺക്യാപ്ഡ് പ്ലെയേഴ്സിനെ വെച്ചിട്ട് പഞ്ചാബ് ശ്രേയസ് അയ്യരും നടത്തിയ ഒരു പോരാട്ടം ഒട്ടും വിസ്മരിക്കാൻ പറ്റില്ല. ഒട്ടും ചെറുതല്ല. കിരീടത്തിന്റെ നിറവിൽ അല്ലെങ്കിൽ കിരീടത്തിന്റെ സന്തോഷത്തിൽ ബംഗളൂരു നിൽക്കുമ്പോഴും പഞ്ചാബിന്റെ പോരാട്ടം അത് വിസ്മരിക്കാനാകില്ല എന്നുള്ളതാണ്. IPL ഈ സീസൺ അവസാനിക്കുകയാണ്. 18ാം സീസൺ ഗംഭീരമായി കൊടിയിറങ്ങുകയാണ്. ബംഗളൂരു റോയൽ ചലഞ്ചേഴ്സ് ആദ്യമായി കിരീടത്തിൽ മുത്തമിടുന്നു. വിരാട് കോഹ്ലി ആദ്യമായി IPL കിരീടം ഉയർത്തുന്നു.